കോൺഗ്രസ്സുകാരെ വെല്ലുവിളിച്ചു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ബിജെപിക്കെതിരായ ബദലി വരും. കർഷകർക്കെതിരായ നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കി. ആ നിയമത്തെ ഈ പാർലമെന്റിൽ നിന്ന് പിൻവലിക്കാൻ രാജ്യത്തെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. പിന്നീട് കേന്ദ്രം കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചപ്പോ ഇന്ത്യയുടെ സുപ്രീം കോടതിയെ സമീപിച്ചു. ആ സുപ്രീം കോടതി പറഞ്ഞത് കേരളത്തിന്റെ അവകാശം ന്യായമാണെന്നാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം മരിച്ചിട്ടില്ല. അവിടെയാണ് നിങ്ങൾ നേരത്തെ ഇന്ത്യൻ പാർലമെന്റിലാണ് സുഹൃത്തെ, ഇന്ത്യൻ പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് പറയാൻ കഴിയില്ല. നിലപാട് മികച്ച ഏറ്റവും വലിയ